Good afternoon. Good afternoon, ma'am. Afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. ഇന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ? Pink ഏതാണ്? Tower, ma'am. പിങ്ക് ടവർ. ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? എല്ലാരും പ്രിപ്പയർ ചെയ്തോ? Yes, ma'am. Mayasiri. ഒന്ന് പേര് എഴുതിയാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ഒരു 15 മിനിറ്റ്സിനുള്ളിൽ പിങ്ക് ടവർ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഷോ ചെയ്താൽ മതി കേട്ടോ. ഇത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? Yes, ma'am. ഓക്കെ, മെസ്സേജ് അയക്കുക പേര്. മാം പ്രെയർ തുടങ്ങണ്ടേ? എന്താ ദീപിക? പ്രെയർ സോറി ഞാൻ വിട്ടുപോയി, മറന്നുപോയി. ഞാൻ പേര് അയച്ചോട്ടെ നിങ്ങള്. ഓക്കെ, ഇന്നാരെ പ്രെയർ ഫസ്റ്റ്? മാം ഞാൻ തുടങ്ങിക്കോട്ടെ. ആ, സ്റ്റാർട്ട് ചെയ്തോട്ടോ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലലായി നമുക്കു നിത്യമായി വസിച്ചിടാൻ. ഈ കലാലലായി നമുക്കു നിത്യമായി വസിച്ചിടാൻ. എത്രയും മനോജ്ഞമായി സഗോഹമായി ഭവിക്കണം. എത്രയും മനോജ്ഞമായി സഗോഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സൈൻ ആരാണ്? ഞാനാണ് മാം. If you can change your mind, you can change your life. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. സൈൻ ബൈ ജിഷാന. Thought of the day, Nana. ഓക്കെ, പറഞ്ഞു. If you want to improve your life, you must commit to changing your daily habits and creating a permanent lifestyle shift. You can depend on quick fixes. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ശീലങ്ങൾ മാറ്റൂ. ഒരു സ്ഥിരമായ ജീവിതരീതി സൃഷ്ടിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാകണം. നിങ്ങൾക്ക് പെട്ടെന്നുള്ള പരിഹാര മാർഗങ്ങളെ ആശ്രയിക്കാനാവില്ല. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കേടാ. സൈനിങ് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയംസോ റൈംസോ ഒക്കെ പറഞ്ഞ് സൈനിങ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ അത് ട്രൈ ചെയ്യണേ. ഓക്കെ, പിങ്കി. Yes, ma'am. കാണിക്കട്ടെ പിങ്ക് ടവർ. ഓക്കെ, ഓക്കേടാ. Thank you, ma'am. എസ്തർ. കാണാമോ മാം? എടാ, നിങ്ങളാണ് കാണുന്നത്, അമ്മനെ മോളെ കാണുന്നത്. അതെയോ? ക്യാമറ മോളിൽ ടോപ്പിലായിട്ട് ക്യാമറ ഓൺ ചെയ്യുമ്പോ. ഓക്കെ 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 ഓക്കേടാ. തട്ടി മറിച്ചിട്ട് തറയെ ഫിക്സ് ചെയ്ത് വെച്ച്. ഓക്കെ ഓക്കെ
മോൾക്ക് ഇഷ്ടായോ പിങ്ക് ടവർ? ആ അവരാണ് സെറ്റ് ചെയ്തോണ്ടിരിക്കണത്. ആണല്ലേ, ഓക്കെ. മായ? ഓക്കെ ഓക്കേടാ. ജിഷാന? യെസ് മാം. ഓക്കെ. 10 ഇല്ലേ? 10 ഉണ്ട് മാം. ഓക്കേടാ. വിജീഷ? മോള്? ക്യാമറ തിരിച്ചു വെച്ചാലും മതിയല്ലോ. ഓക്കെ ഓക്കേടാ. റനീഷ? ഓക്കെ. തൗഷിത? 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 ഓക്കെ. ഓക്കേടാ. നമുക്ക് ഇത്രയും പേര് കിട്ടാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് റീസൺസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ കാണിച്ചാൽ. ഓക്കെ. അപ്പൊ നമ്മള് ഏതൊക്കെ ആക്ടിവിറ്റീസ് മാം അൻസിഫ. അൻസിഫിക്ക? അൻസി? അൻസിഫ. ഞാൻ കാണിച്ചോട്ടെ? ഒരു മിനിറ്റ് ഇടാ. ആരാണത്? അൻസിഫ. ഓക്കെ ഓക്കെ. സജിതയാണോ പറഞ്ഞത് കാണിച്ചോട്ടെ എന്ന്? കാണുന്നില്ലടാ. ആ ഓക്കെ 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 ഓക്കെ. കാണില്ല. ഓക്കെ, നല്ലതാണ്. സജിത? ആ ഇപ്പൊ കാണിക്കും മിസ്. കാണുന്നുണ്ടോ മിസ്? കാണാം. ഓക്കെ. മിസ് കളർ ബോക്സ് ഉണ്ട്. ഓക്കെ, ചെറിയ കളർ ബോക്സ് ആണല്ലോ. ഇതില് ഒതുങ്ങണില്ല. ഇത് ചെറിയ ബോക്സ് ആയിപ്പോയി, വലിയത് കിട്ടിയില്ല. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ. അപ്പൊ നമ്മള് ഏതൊക്കെ ആക്ടിവിറ്റീസ് ഇപ്പൊ ചെയ്തു? പിങ്ക് ടവർ, കളർ ബോക്സ്, ബട്ടണിങ് ഫ്രെയിംസ് ചെയ്തില്ലേ? ബട്ടൺ ആൻഡ് ഫ്രെയിം ചെയ്തില്ല. ബട്ടണിങ് ഫ്രെയിം ചെയ്തിട്ടില്ല അല്ലേ? ചെയ്യാൻ പറഞ്ഞിരുന്നു ജിഷമ്മ. ഒരാളെങ്ങനെ ചെയ്തിട്ടുണ്ട്. ബട്ടൺ ഫ്രെയിം. ഓക്കെ. അപ്പൊ ഞാൻ നമ്മളെ റെക്കോർഡ് എന്നത്തേക്കാ പറഞ്ഞിരിക്കുന്നത്? ഫെബ്രുവരി 29, 28. ഇതൊക്കെ ചെയ്തിട്ട് കാണിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല. ഓക്കേടാ.
ഓക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അഞ്ചു. ഞാന് ഓക്കേടാ അഞ്ചു. മിസ്സേ ഞാൻ കളർ ബോക്സും കൂടി റെഡി ആക്കിയിട്ടുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചോട്ടെ? കാണിച്ചു കേട്ടാ. ഓക്കേടാ. അത് എങ്ങനെ അതെടുത്ത് പുറത്തേക്ക് എടുത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കണേ? ഒരു മിനിറ്റ്. വുഡാണോ കാർബോർഡോ? കാർഡ്ബോർഡിനകത്ത് ഒട്ടിച്ചിട്ട് സൈഡ് വുഡ് കൊണ്ട് ഇത് ചെയ്തേക്കുക. സെറ്റ്. ഒന്ന് കാണിച്ച് ശരി കാണിച്ച്. കറക്റ്റ്. നല്ലതാണ്ടാടാ. ഇതേപോലെയാണ് നമ്മുടെ കളറിംഗ് ബോക്സ് വരുന്നത്. മാം രണ്ട് ബോക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കേടാ. ഇതുപോലെ പറ്റാണെങ്കിൽ ഒരു വുഡൻ ബോക്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കളറിംഗ് ബോക്സ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. കാരണം ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വുഡ് വന്നപ്പോ ആ ഒരു സെയിം ഇത് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. മാം ഞാനും എന്നിട്ട് ട്രെയിനിങ്ങിന് പോയപ്പോ ഷൂ ലേസും കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഷൂ ലേസും അതേപോലെ ബട്ടണിങ് ഫ്രെയിമും ചുമ്മാ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാം ഞാൻ ഈ പിങ്ക് കളർ ഒട്ടിച്ചിട്ടില്ല ചാർട്ട്. ഓക്കേടാ. ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിങ്ക് ആക്കണം കേട്ടാ. ഷൂ ലേസ് ബട്ടണിങ് ഫ്രെയിമിങ്. ഓക്കെ. കഴിഞ്ഞ ബാച്ചില് എനിക്ക് തോന്നുന്നു 24 ആണ് തോന്നുന്നത്. ഒരു ബട്ടറിങ് ഫ്രെയിം എന്നല്ല എന്താ പറയാ വുഡൻ തന്നെ നല്ല രസമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടറിങ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ദെൻ അവര് ചെയ്തത് ഷൂ ലേസും ആണ്. നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ ഫ്രെയിംസ് ഏതൊക്കെയാണ് നമ്മുടെ ബട്ടറിങ് ഫ്രെയിംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രസ് ബട്ടൺ ഫ്രെയിം വേണം, പിന്നെ ഹുക്ക് ബട്ടൺ ഫ്രെയിം, പിന്നെ നോർമൽ ബട്ടൺ ഫ്രെയിം, ലേസ് ഫ്രെയിം, ഇതെല്ലാം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതെല്ലാം ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. നാലെണ്ണം കേട്ടോ. ലേസിന്റെ, പിന്നെ നോർമൽ ബട്ടൺ ഫ്രെയിം, പ്രസ് ബട്ടൺ ഫ്രെയിം, പിന്നെ ഹുക്കിന്റെ. ഓക്കെ. സിപ്പ് ഫ്രെയിം വേണ്ടേ? സിപ്പ് ഫ്രെയിം. ഓക്കെ ഓക്കെ. ഇതിന് പറയാൻ പറ്റുമല്ലോ. 5 എണ്ണായില്ലേ? അതിപ്പോ എന്റെ ആക്ടിവിറ്റിയുടെ എന്നത്തേക്ക് ചെയ്ത് കാണിക്കും? എന്നത്തേക്ക് കാണിക്കും? ഡേറ്റ് നിങ്ങൾ പറയണം കേട്ടോ. ഇതേപോലെ കുട്ടികൾക്ക് ബട്ടൺസ് ഇട്ട് നോക്കാനും അതേപോലെ പോരാൻ പറ്റുന്ന അത്യാവശ്യം ഇപ്പൊ കാർഡ്ബോർഡ് വരുമ്പോ നമുക്കത് പെട്ടെന്ന് എപ്പോഴും ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വുഡൻ കിട്ടാണെങ്കിൽ അതാണ് പ്രിഫറബിൾ. നമുക്ക് കുറെ നാളത്തേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. തയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? തയ്ക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കാണ് ഇവിടെ തയ്ക്കുന്നത്? കുറച്ചൊക്കെ അറിയാം. കുറച്ചൊക്കെ അറിയാം. തയ്യൽ മെഷീൻ വീട്ടിലുണ്ടോ? അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ് എളുപ്പമല്ലേ? ഇതുണ്ട് മാം, കാണിച്ചു തരാം. ഓക്കേടാ. ചെയ്തിട്ടുണ്ട്. മനസ്സിലാവണില്ല. കാണാൻ പറ്റുന്നുണ്ട്. ഫ്രെയിമിലേക്ക് ആക്കിയിട്ടില്ല അല്ലെ? ഇത് ഇനി അതിന്റെ ഉള്ളില് കാർഡ്ബോർഡ് വെച്ചാൽ മതിയാവോ? കാർഡ്ബോർഡ് നമുക്ക് എപ്പോഴെങ്കിലും പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഒരു ഫ്രെയിം മതി. നമുക്കത് എല്ലാരും വെക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല, നല്ലതാ. മിസ് ഈ ഫ്രെയിം നോക്കുമ്പോഴേ റൗണ്ട് ആയിട്ടുള്ള ഫ്രെയിമാ കിട്ടുന്നത്. ഞാൻ അത് പിന്നെ അത് വാങ്ങിച്ചു. സ്ക്വയർ കിട്ടുന്നില്ല മാം. അതിൽ ചെയ്താൽ മതിയോ?
ആവും. മിസ് നമുക്ക് ഫോട്ടോ ചെയ്യാൻ പറ്റത്തില്ലേ? എന്താണ്? ഫോട്ടോ ഫ്രെയിം ഇല്ലേ? ഫോട്ടോ ഫ്രെയിം. ഫോട്ടോ ഫ്രെയിം വെച്ച് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈറ്റ് ഏതായാലും ബോർഡറുള്ള ഫ്രെയിം നോക്കിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ശരി. ഓക്കെ ഓക്കെ ഓക്കെ. മേടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണേ. ഈ ഗ്ലാസ് എടുത്ത് മാറ്റിയാൽ മതിയാവായിരിക്കും അല്ലെ ഫാത്തിമ? ഓക്കെ, അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും പറ്റും, മാറ്റാനും പറ്റും. പിന്നെ കുറച്ച് നല്ലതാണ്, ക്യാരി ചെയ്തോണ്ട് പോവാം. ആ ഗ്ലാസ് മാറ്റണം കേട്ടോ. ഓക്കെ മാം. മിസ് പ്രസ് ബട്ടൺ ഫ്രെയിം വേണോ? ഓക്കെ, കാണിച്ചു തരാം. അല്ല, പ്രിപ്പയർ ചെയ്തിട്ടില്ല. പ്രസ് ബട്ടൺ ഫ്രെയിം വേണം. ഞാനേ ടൈലറിന്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബട്ടണിങ് ഫ്രെയിമും സിപ്പ് ഫ്രെയിമും വെൽക്രോണും ഷൂലേസാ പറഞ്ഞിരിക്കുന്നത് 4 എണ്ണം. പ്രസ് ബട്ടൺ ഫ്രെയിമും കൂടി ഉണ്ട്. അതുകൂടി പറയാല്ലേ? ചെറിയ ഇപ്പോഴത്തെ മോഡലും നമ്മളെന്താ അത് വാങ്ങിച്ചു കൊടുത്താൽ മതി. അത് മെഷീൻ ഉണ്ടെന്ന് തോന്നുന്നു വെക്കുന്നത് അല്ലേ? അറിയില്ല, അതറിയില്ല. ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രസ് ബട്ടൺ കൂടി പറയാല്ലേ? ഓക്കെ, പ്രസ് ബട്ടൺ കൂടി പറഞ്ഞേക്കും. നമുക്കത് എപ്പോഴായാലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനും മോണ്ടിസോറി സ്കൂളിലല്ല പോകുന്നെങ്കിൽ നമുക്ക് കുറച്ച് ആ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാല്ല. ഇന്നതാണല്ലോ ഐറ്റംസ് ആണെന്നൊക്കെ പറയും. ചെയ്യാനും അതുപോലെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഫ്രെയിം നല്ലതാണെങ്കിൽ. ഓക്കെ, കാർഡ്ബോർഡ് ആണെങ്കിലുള്ള പ്രശ്നം എന്താണ്, ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, പെട്ടെന്നൊക്കെ ചീത്തയായി പോകും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. നമ്മള് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ് പറഞ്ഞത് അല്ലെ ലാസ്റ്റ് ക്ലാസ്സിൽ? അതെ മാം. മാം, നമ്മളുടെ കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സിന്റെ MCQ കിട്ടിയിട്ടില്ലല്ലോ മാം. ഓക്കെ, ഞാൻ ഇത് ഡീവിയേഷൻ, നോർമലൈസേഷൻ ഡീവിയേഷന് കൊടുത്തിട്ടുണ്ട്. അവർ അപ്ലോഡ് ചെയ്തോളും. കൊഹീഷനെ കൊടുത്തിട്ടില്ല, ഞാൻ കൊടുത്തേക്കാട്ടെ. ഓക്കെ. അപ്പൊ നമുക്ക് മൊമെന്റ്സ് നോക്കാം കേട്ടോ. നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളിൽ കുട്ടികൾക്ക് നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ടെന്ന് നമ്മളിപ്പോ പറയാറുണ്ട് അല്ലെ? ഫുൾ ഫ്രീഡം ആണ് അവർക്ക് കൊടുക്കുന്നത്. സാധാരണ സ്കൂളിൽ എങ്ങനെ കുട്ടികൾ ഇരിക്കുന്നത്? ജസ്റ്റ് ഒരു ബെഞ്ചിൽ ഡെസ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു പൊസിഷനിൽ ഫുൾ ഡേ ഇരിക്കുകയാണ്. ഒട്ടും മൊമെന്റ്സ് അവർക്കില്ല അല്ലെ? ഒരു മിനിറ്റ്, ക്യാമറയ്ക്ക് എന്താ പ്രശ്നം? ഓക്കെ, അപ്പൊ നമ്മള് മോണ്ടിസോറി സ്കൂളിൽ നമ്മൾ കുട്ടികൾക്ക് നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. സാധാരണ സ്കൂളിൽ എങ്ങനെയാണ്, നമ്മൾ ബെഞ്ചിൽ കറക്റ്റ് പൊസിഷനിൽ അവരുടെ പ്ലേസിൽ കറക്റ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് ഫുൾ ടൈം ഇപ്പൊ ഫസ്റ്റ് എത്ര ക്ലാസ് ആണോ അത്രയും ക്ലാസ് നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കണം. പിന്നെ ബ്രേക്ക് കുറച്ചു നേരം അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നു. വീണ്ടും ക്ലാസ് അതേപോലെ തന്നെയാണ് അവർ ഫുൾ ഡേ ആ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാട്ടോ. ഞാൻ 8th പഠിക്കുമ്പോ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാണ്, ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തു. ആള് നല്ല സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. സ്പോർട്സിൽ ഭയങ്കരമായിട്ട് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു ആള് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോ. സാധാരണ ഞങ്ങളുടെ സ്കൂളിലൊക്കെ സ്പോർട്സിലെ പിള്ളേർ പറഞ്ഞാൽ അങ്ങനെ പഠിക്കാത്ത കുട്ടികളാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അത് വീക്ക് ആയിട്ടുള്ള പിള്ളേരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്പോർട്സിൽ ചേർക്കണേന്ന് അന്ന് അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ. അപ്പൊ ഇവളും അതേപോലെ ആണെന്നാ വിചാരിച്ചത്. സാനിയ എന്ന ആളുടെ പേര്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആളും അതേപോലെ ആയിരിക്കും. ഒരുപാട് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ആൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഓൺ എക്സാമിന് മുമ്പൊക്കെ മത്സരങ്ങളിലൊക്കെ പോകുമ്പോൾ ആൾക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട്, മെഡലൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, നോർമലാണ്. അത് കഴിഞ്ഞ് ഓൺ എക്സാം കഴിഞ്ഞ് ടീച്ചർമാരും അതേപോലെ തന്നെയാണ് ആൾ ട്രീറ്റ് ചെയ്തത്. എപ്പോഴും ചീത്ത പറയും, നോട്ട് കംപ്ലീറ്റ് അല്ല, അങ്ങനെ എല്ലാ ടീച്ചർമാരും അതേപോലെ. സ്പോർട്സിൽ മാത്രം സാധാരണ ടീച്ചർമാർ അങ്ങനെയാണല്ലോ, അവർക്ക് ക്ലാസ്സിൽ നന്നായിട്ടിരിക്കുന്ന പിള്ളേരെ, പഠിക്കുന്ന പിള്ളേരെ മാത്രമാണ് ഇഷ്ടം. അല്ലാത്ത പിള്ളേരൊക്കെ അവർക്ക് ഇഷ്ടമല്ല. സ്പോർട്സിനൊക്കെ പോകുന്ന പിള്ളേരെ സാധാരണ ഞങ്ങളുടെ ആ ഒരു ടൈമിൽ കേട്ടോ, എന്റെ കേസിൽ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഭയങ്കര ചീത്തയൊക്കെ പറയൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ആള് ഓൺ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു കേട്ടോ. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ അപ്പോഴാണ് നമ്മൾ 8th എത്തുമ്പോ 80യിലാണ് സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പൊ ഫുൾ ടൈം ക്ലാസ്സിൽ പഠിപ്പിൽ ബുക്കൊക്കെ കൊടുത്ത് ഇരിക്കുന്ന ഞങ്ങളെ പോലത്തെ സ്റ്റുഡൻസിന് 50 എബോവിലേക്ക് പോകാൻ പറ്റില്ല. 50 മേലെ ആരും സ്കോർ ചെയ്തിട്ടില്ല. സോ ഞങ്ങൾക്ക് 50 താഴെയാണ്, 50 ബിലോ ആണ്. 80ലേക്ക് ഒരാളും ആ ഒരു സെഷനിലേക്ക് വന്നിട്ടില്ല, പക്ഷെ 50 ബിലോ ആണ്. അപ്പോ ഈ പറഞ്ഞത് വെച്ച് സാനിയ എന്ന് പറയുന്നത് വെച്ച് അവളുടെ മാർക്ക് ടീച്ചർ കൊടുത്തില്ല, പേപ്പർ കൊടുത്തില്ല. എന്നിട്ട് ആൾ ക്ലാസ്സിൽ എഴുന്നേറ്റ് ഞങ്ങൾ വിചാരിച്ചു വളരെ മോശം മാർക്കായിരിക്കും എന്ന് വെച്ച്. അപ്പൊ സാനിയ പറ, സാനിയക്ക് എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വെച്ച്. ഞങ്ങൾ വിചാരിച്ചൊരു 40 പറയും, ഞങ്ങൾ 40 ആയിരിക്കും പറയണത്. അപ്പോൾ പറഞ്ഞു എനിക്ക് 70 ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, 70 മാർക്ക്. ഞങ്ങൾ എല്ലാവരും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഭയങ്കരമായിട്ട് ചിരിച്ചു, കളിയാക്കി ചിരിച്ചു. കാരണം ക്ലാസ് ഫസ്റ്റ് അത്രയും നാള് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അത്രയും മാർക്ക് കിട്ടിയിട്ടില്ല, ക്ലാസ്സിൽ നല്ല പെർഫോമൻസ് ഉള്ള കുട്ടിക്ക് പോലും കിട്ടില്ല. അപ്പോഴാണ് ക്ലാസ്സിൽ പോലും കയറാതെ സ്പോർട്സിന് വേണ്ടി നടക്കുന്നത് അവർക്ക് 70 കിട്ടും അവള് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ കളിയാക്കിയിട്ടാം. അപ്പൊ ടീച്ചർ പറഞ്ഞു ഈ ക്ലാസ്സിലെ ടോപ്പർ ആണ് ഇന്ന ആളാണ്, 70 അല്ല 72 മാർക്സ് ആണ് ആർക്ക് കിട്ടിയിരിക്കുന്നത് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഞെട്ടി, കാരണം ഭയങ്കര ഷോക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്പോർട്സ് ഡ്രില്ലിന്റെ ടീച്ചറാണ്, പുള്ളിക്കാരത്തി ക്ലാസ്സിൽ വന്നു കേട്ടോ ഡ്രില്ലിന്റെ ടൈമില്. അപ്പൊ ആള് പറഞ്ഞത് ഒരു കഥയുണ്ട്, ഒരു കഥയുടെ രൂപത്തിൽ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇതാ കാര്യം പറയാം. അപ്പൊ എല്ലാ സ്റ്റാഫ് റൂമിലൊക്കെ ഭയങ്കര ചർച്ചയായി. കാരണം സ്പോർട്സിന് ഇത്രയും നാൾ അവിടെ സ്പോർട്സിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് പോലും എന്തില്ല, ഇത്രയും മാർക്ക് സ്കോർ ചെയ്തില്ല. അല്ലെങ്കിൽ ക്ലാസ്സിൽ വീക്ക് ആയിട്ടുള്ള കുട്ടികളെ മാർക്ക് സെലക്ട് ചെയ്ത് സ്പോർട്സിൽ ചേർക്കും. അപ്പൊ അവരെന്താണ് 10th എങ്ങനെയെങ്കിലും അവർ പാസ്സായിക്കോളും, സ്പോർട്സിന്റെ ഗ്രേസ് മാർക്ക് കയറും. ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങളുടെ സ്കൂൾ അത്രയും നാള് സ്പോർട്സ് പോയിരുന്നത്. പക്ഷെ ഇവൾക്ക് ഇങ്ങനെ ഒരു മാർക്ക് കിട്ടിയതിനു ശേഷം സ്പോർട്സിൽ ഞങ്ങളുടെ ഡ്രില്ലിന്റെ ടീച്ചർ അങ്ങനെ പറയണേ, നിങ്ങളുടെ പേര് വിളിക്കും, പുള്ളിക്കാർക്ക് പറഞ്ഞു ലിസ്റ്റ് ടീച്ചർ എന്ന പേര്. ലിസ്റ്റ് ടീച്ചർ വന്നിട്ട് ക്ലാസ്സിൽ എല്ലാവരോടായിട്ട് പറഞ്ഞു ഇന്നിവിടെ ഒരു സംഭവം നടന്നില്ലേ, അതെന്താണ്? ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ഇതായിട്ട് നിൽക്കുക, ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണ്. കാരണം അത്രയും മാർക്ക് ആർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അത്രയും ക്ലാസ്സിൽ. അപ്പൊ എല്ലാ ടീച്ചർമാരുടെ ഇടയിലൊക്കെ ഭയങ്കര ചർച്ചയായി. അപ്പൊ ടീച്ചർ പറഞ്ഞത് കഥയാണ്, അവൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 6 o'clock ടു ഒരു 8 o'clock വരെയും, രാവിലെ 6 മുതൽ 8 മണി വരെയും അവൾ സ്പോർട്സിന്റെ പ്രാക്ടീസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകും. ദെൻ വൈകുന്നേരവും ഇതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ് 4 മണി മുതൽ 6 മണി വരെയും പ്രാക്ടീസ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് അവൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ട്യൂഷനൊന്നും ഇല്ലാണ്ടായി, കുട്ടിക്ക് ട്യൂഷനോ വേറെ ഒന്നുമില്ല. ക്ലാസ്സിൽ അവൾ പഠിപ്പിക്കുന്ന നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യും, കുട്ടി ഫ്രണ്ട്സിന്റെ നോട്ട്സ് കൊണ്ടുപോയി വീട്ടിൽ ചെന്നിരുന്ന് വർക്ക്ഔട്ട് ചെയ്യും. അങ്ങനെയാണ്, അല്ലാതെ എന്തില്ല ട്യൂഷനൊന്നും പോകുന്നില്ല. കാരണം ട്യൂഷന് പോകാനുള്ള ടൈമില്ല, മോർണിംഗും ഇല്ല ഈവനിങ്ങും ടൈമില്ല. അതുകൊണ്ട് അവൾ എന്താ ചെയ്യണേ, സ്വയം വർക്ക്ഔട്ടാ ചെയ്യുന്നത്. സോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കാം, അപ്പൊ അവർക്ക് മാത്രമേ ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും, ബാക്കി കുട്ടികൾക്ക് ഒന്നും സ്കോർ ചെയ്യാൻ അത്രയും മാർക്ക് ഇത്രയും നാള് ഫുൾ മാർക്ക് വാങ്ങിച്ചിരുന്ന കുട്ടികൾ പോലും അത് സ്കോർ ചെയ്യാൻ പറ്റാതെ എന്താണെന്ന് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു തന്നതാണ്, അവളുടെ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവാണ്, അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സ്പോർട്സിൽ പോണ പിള്ളേർക്ക് ബ്രെയിൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. കാരണം ബാക്കി കുട്ടികൾക്ക് അങ്ങനെ ഇല്ല. അപ്പൊ നിങ്ങൾ ബാക്കി കുട്ടികളെ നോക്കണ്ട, ബാക്കി കുട്ടികൾ എങ്ങനെയെങ്കിലും പാസ്സാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ഒരു സ്പോർട്സിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അവള് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അവൾക്ക് സ്പോർട്സും അവളുടെ എഡ്യൂക്കേഷനും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ടാണ് അവൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവളുടെ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. എനിക്ക് അപ്പൊ കിട്ടിയ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് വൃത്തിയായിട്ട് ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് നമ്മുടെ ബോഡിക്ക് നല്ല മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെയായിരിക്കും, ഷാർപ്പായിരിക്കും. അപ്പൊ എല്ലാ സമയത്തും എന്താണ് ബെഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കുട്ടിയാണോ, കുട്ടിയുടെ ബ്രെയിൻ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യാം. എപ്പോഴും ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള കുട്ടികളായിരിക്കും കൂടുതൽ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികളായിരിക്കും കൂടുതലായിട്ട് ബ്രെയിൻ ആക്റ്റീവ് ആയിരുന്നത്. കാരണം അവർ ഓരോ ആക്ടിവിറ്റീസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൊമെന്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ ഈവനിങ്ങോ മോർണിംഗോ ഒരു അരമണിക്കൂർ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയി നോക്കി. നമ്മൾ വീട്ടിലൊക്കെ നടക്കുന്നുണ്ട്, ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ മൂവൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു ദിവസം ഈവനിങ് ഒരു 7 or 8 നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചോ, നമുക്ക് കുറച്ചു നേരം ഒന്ന് നടക്കാൻ പോയാലെന്ന് പറഞ്ഞു ഒന്ന് നടക്കാൻ പോയി വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും, ഭയങ്കര ഹാപ്പിനെസ് കിട്ടും, നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങള് ഈവനിങ് നടക്കാൻ പോകും. ഒരു 8 o'clock ഒക്കെ കഴിയുമ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, നടക്കാൻ വേണ്ടി പോകും. അപ്പൊ നടന്നു വരുമ്പോ
ഭയങ്കര കുഴപ്പമില്ല. ആദ്യം ഈ ശീലം എപ്പോഴാ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മുതലാണ് ഞാൻ നടക്കാൻ പോകുന്നത്, ഈവനിങ് നടക്കാൻ പോരുന്നത്. പക്ഷെ ഇപ്പൊ അതൊരു ഞങ്ങളുടെ ഒരു ഹാബിറ്റ് എന്നുള്ള രീതിയിലായി. ഇപ്പൊ നമ്മള് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് നടക്കാനൊക്കെ പോകും. സോ നല്ല രസമാണ്, നല്ല രസമാണ്. മഴയുള്ളപ്പോൾ മാത്രമേ ഒഴിവാക്കുള്ളൂ. ഇപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ വേറെ ക്ലൈമറ്റ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ വുമൻസ് എപ്പോഴും ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മളൊക്കെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കുട്ടികൾ കളിക്കും, അവരുടെ പ്രായമാണത്, ഭയങ്കരമായിട്ട് വികൃതികളായിരിക്കും, അതൊക്കെ ഓക്കെയാണ്. അവർക്ക് ഫ്രീഡം കൊടുക്കണം. നമ്മള് ഓരോ ആക്ടിവിറ്റീസുകൾ ചെയ്യാനായിട്ട് നമുക്ക് അവർക്ക് എന്ത് ചെയ്യണം, ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവർ നല്ല രീതിയിൽ മൂവ് ചെയ്യും. ഇപ്പൊ നല്ല രീതിയിൽ ഡാൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല കോൺസെൻട്രേഷൻ പവർ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫ്രണ്ട് അവർക്ക് സ്പോർട്സ് ആയിരുന്നു, ആള് നല്ല കോൺസെൻട്രേഷൻ കിട്ടും. നല്ല ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് +2 അപ്പൊ ഇതേപോലെ തന്നെ സ്പോർട്സിന് തന്നെയായിരുന്നു ആള് പോയിരുന്നത്. അപ്പൊ +1 +2 സയൻസ് എടുത്തത്. അപ്പൊ എല്ലാ ടീച്ചർമാരും പറഞ്ഞു, സയൻസ് എടുക്കേണ്ട, സ്പോർട്സിനൊക്കെ പോണ ആ കുട്ടിയല്ലേ, അതോടെ സയൻസ് എടുക്കേണ്ട, വേറെ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അവള് പറഞ്ഞു അപ്പൊ സയൻസ് തന്നെ എടുക്കണം പറഞ്ഞു. സയൻസ് എടുത്തു. സയൻസിൽ ഫുൾ A+, ഞങ്ങളുടെ 10th ഫുൾ A+ ആയിരുന്നു. ദെൻ സയൻസും +1 +2 ഫുൾ A+. ദെൻ നേഴ്സിങ്ങിനാ പോയത്. ഇപ്പൊ ആള് ജർമ്മനിയിൽ വർക്ക് ചെയ്യാണ്, നേഴ്സായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ആൾക്ക് ആളുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് ടൈം കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ അവർക്ക് നല്ല കോൺസെൻട്രേഷൻ പവർ ഉണ്ട്. പിന്നെ ഇവർക്ക് പറഞ്ഞിട്ട് നല്ല ലക്ഷ്യബോധവും ഉണ്ടായിരുന്നു. അവർക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളത് നല്ല രീതിയിൽ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ +2 അവർക്ക് ഇതായിരുന്നു, 5 A+, 1 A ആയിരുന്നു. ഇംഗ്ലീഷിനായിരുന്നു A വന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് +2 ഇംഗ്ലീഷ് ഒക്കെ അറിയാം, നല്ല ലാംഗ്വേജ് ആണ്. സോ ഈ സ്പോർട്സിനൊക്കെ പോയതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രേഡ്സ് കയറിയിട്ട് ഫുൾ A+ ആയി. ആളുടെ ലൈഫ് ഇപ്പൊ സെറ്റിൽ ആണ്. ഭയങ്കര കോൺസെൻട്രേഷൻ പവർ കിട്ടും. അതേപോലെ ഡാൻസോ ഫിസിക്കൽ ആക്ടിവിറ്റി, മറ്റേതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികൾക്കും എന്തായിരിക്കും, നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. മൂവ്മെന്റ്സ് ആൻഡ് തോട്ട്സ് ആർ കണക്റ്റഡ് ഈച്ച് അതർ. നമ്മുടെ മൂവ്മെന്റ്സും നമ്മുടെ തോട്ട്സും കണക്റ്റഡ് ആണ്. അപ്പോ മെയിൻ ആയിട്ട് നമ്മുടെ ബ്രെയിൻ, ഹാൻഡ് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡാൻസിന്റെ കാര്യം പറയുമ്പോൾ ബ്രെയിൻ, അതേപോലെ ഹാൻഡ്സിന്റെ ഒക്കെ മൂവ്മെന്റ് വളരെ കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റ്സിന്റെ കാര്യമാണ്. നമ്മളുടെ മോണ്ടിസോറിയിലെ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ, പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹാൻഡ് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലെ, ഹാൻഡ് മൂവ്മെന്റ്സ് എങ്ങനെയാണ്. നിങ്ങൾ ബട്ടണിംഗ് ഫ്രെയിം ഒക്കെ വന്നില്ലേ, ബട്ടൺ ഫ്രെയിം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ബട്ടൺസ് ഒക്കെ ഇടുന്നത് ഏതൊക്കെ വിരൽ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അറിഞ്ഞൂടെ. നമ്മൾ സാധാരണയായിട്ട് ബട്ടൺസ് ഇടണം. അല്ല, ബട്ടൺസ് ഒക്കെ ഇടുമ്പോൾ അത് എത്ര വിരൽ യൂസ് ചെയ്തിട്ടിടണം, അതെങ്ങനെയാണ് കിട്ടുന്നത്, അതൊക്കെ നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ സെഷനിൽ ക്ലിയർ ആയിട്ട് പറയും. ഓക്കെ, നമുക്ക് മൊമെന്റ്സിലേക്ക് വരാം. മോണ്ടിസോറി ഡിസ്ക്രൈബ് ദാറ്റ് മൊമെന്റ്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്. മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് മൂവ്മെന്റ്സ്. അപ്പോ നമുക്ക് സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചൈൽഡ് ഡെവലപ്മെന്റ് കാര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികള് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കളിക്കാനൊക്കെ പോകുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് ഡെവലപ്മെന്റ് കൈവരിക്കും ഇല്ലേ. ചൈൽഡ് ഡെവലപ്മെന്റ് സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഡെവലപ്മെന്റ് പെട്ടെന്ന് കൈവരിക്കും. പക്ഷെ നമ്മൾ വീട്ടില് അടങ്ങി ഒതുങ്ങി ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ജസ്റ്റ് ഫോണിലൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ TV മാത്രം കണ്ടോണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും, ഡെവലപ്മെന്റ് കുറവായിരിക്കും. നമ്മളപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തില്, ഓർമ്മയില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. ഓക്കെ, so Montessori notes that many schools tend to give preference to lesson which involve using acting and movement is normally placed under exercise and physical education or games. അപ്പോ മോണ്ടിസോറി പറയുന്നത് സാധാരണയായിട്ട് കുട്ടികൾക്ക് ലെസൺസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ലെക്ചറൽ ക്ലാസ് ആണ് ഇപ്പൊ കൊടുക്കുന്നത്. നമ്മൾ വേറെ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ പറയുന്നു, കുട്ടികൾ കേൾക്കുന്നു. അവരുടെ മൂവ്മെന്റ്സ് അവിടെ സാധാരണയായിട്ട് വല്ല ഫിസിക്കൽ എഡ്യൂക്കേഷനോ ഗെയിംസോ ആ സമയത്ത് മാത്രമേ അവരുടെ മൂവ്മെന്റ്സ് ഉള്ളൂ. ഇഫ് ദാറ്റ് ഈസ് ഡൺ
close connections that movements and developing minds, intelligence have been neglected. ഇവിടെ നമ്മള് അവരുടെ അവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. എവിടെ സാധാരണ നോർമൽ സ്കൂളില് നമ്മൾ ഈ മൂമെന്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഓരോ മൂമെന്റ്സും അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ക്ലാസ് റൂമിൽ കുറെ കുട്ടികൾ ഒരുമിച്ചിരുത്തി കുറെ ലെക്ചർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അവരെ കൊണ്ട് ഞാൻ അത് പഠിപ്പിക്കുകയാണ്. അവരുടെ മൂമെന്റ്സ് അവിടെ എന്താണ്, നെഗ്ലക്ട് ചെയ്യാണ്, അവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ് കേട്ടോ, അവഗണിക്കപ്പെടുകയാണ്. ഓക്കെ, നമ്മൾ ശരിക്കും ചെയ്യേണ്ട എന്താണ്, മൂമെന്റ്സ് ഇസ് സെഡ് ടു ഹെൽപ്പ് ദ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ്. നമ്മളുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്, മൂമെന്റ്സ്. ദ ബ്രെയിൻ ബീറ്റ് ദ സെന്റർ ഓഫ് തോട്ട്, then the movements carry out by signals which the brain send. അപ്പോൾ നമ്മൾ ഓരോ മൂവ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന്റെ മൂവ്മെന്റ്, ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസ് അനുസരിച്ചാണ് അല്ലെ. പെട്ടെന്ന് നമ്മൾക്ക് ഒരു കൂർത്ത പോലെയുള്ള എന്തെങ്കിലും നമ്മുടെ കണ്ണിലേക്ക് അടുത്തേക്ക് വരാണെങ്കിൽ നോർമലി നമ്മുടെ കണ്ണ് എന്ത് ചെയ്യും, കണ്ണടഞ്ഞു പോകും. അതെങ്ങനെയാണ്, അത് ബ്രെയിനിലേക്ക് പെട്ടെന്നൊരു സിഗ്നൽ പോയി തിരിച്ച് ബ്രെയിൻ ആ ഒരു സിഗ്നൽ നമ്മുടെ ഐയിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചൂടുള്ള എന്തെങ്കിലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈവലിക്കും ഇല്ലേ, ചൂടുള്ള എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈവലിക്കും. അതും എന്താണ്, ഈ ബ്രെയിനിന്റെ ഒരു ഇതാണ്. നമ്മുടെ സിഗ്നൽ വേഗം ചെന്നു ബ്രെയിൻ പെട്ടെന്ന് അത് എന്ത് ചെയ്തു, അതിനനുസരിച്ച് പ്രവർത്തിച്ചതാണ്. നമ്മുടെ ആക്ഷൻസും നമ്മുടെ മൂവ്മെന്റ്സും ആരായിട്ട് കണക്റ്റഡ് ആണ്, മോസ്റ്റ്ലി ബ്രെയിൻ ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. നമ്മുടെ എല്ലാ മൂവ്മെന്റ്സും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ബ്രെയിൻ ആണ്. It is not just used to help us breathe and move, but also to develop if the action which occurs in connected with the mental activity going on. ജസ്റ്റ് നമ്മൾ ബ്രെയിൻ ബ്രീത്ത് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനുള്ള ആ ഒരു കാര്യം മാത്രമല്ല, നമുക്ക് എന്തെല്ലാം ആക്ഷൻസ് ആണ് മെന്റൽ ആക്ടിവിറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ആക്ഷൻസും നമ്മുടെ ബ്രെയിൻ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. This is a linked with us being able to move, enable us to analyze, learn about our surroundings, and also enables us to express our personality. The brain നമുക്ക് കുറെ കാര്യങ്ങൾ, ഇത് മാത്രമല്ല ഈ പറഞ്ഞ എന്താണ് മെന്റൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൂവ് ചെയ്യാനുള്ള കാര്യങ്ങള്, അതേപോലെ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങള്, നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ ചുറ്റുപാടും പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒബ്സർവേഷൻ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഒബ്സർവേഷൻ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിച്ച സമയത്ത് ഒരു എന്താണ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ ചുറ്റുപാടും പെട്ടെന്ന് ഒബ്സർവ് ചെയ്യണം. അപ്പൊ ഒരാൾ വെള്ളത്തിൽ മുങ്ങിൽ പോവാണെങ്കിൽ അയാൾക്ക് കയറിട്ട് കൊടുക്കണം. അടുത്ത് എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഒബ്സർവേഷൻ പവർ വഴിയാണ് അത് കണ്ടെത്തുന്നത്. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്നത്, ഇപ്പൊ കയറ് കുറച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ കയറായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒബ്സർവേഷൻ പവർ നമ്മുടെ ബ്രെയിൻ ആണ് ചെയ്യുന്നത്. നല്ല മൂവ്മെന്റ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ ഒബ്സർവേഷൻ പവറും കോൺസെൻട്രേഷനും ഒക്കെ കൂടുതലായിരിക്കും. As Montessori writes, the great of philosopher must use speech or write to convey this idea, and this involve muscular movements. ഒരുപാട് ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഐഡിയാസ്, അതേപോലെ നമ്മുടെ മസ്കുലാർ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി റിലീസ് ആവുന്നുണ്ടെന്ന് ഒരുപാട് ഫിലോസഫേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. Our movements allow us to contact outside the world, bringing alive our creative thoughts and a crucial role it plays in creating relationship. അപ്പോ നമ്മളുടെ ഔട്ട്സൈഡ് വേൾഡ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൂവ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്, ക്രിയേറ്റിംഗ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. She states that the moment is therefore as an essential part of life and education cannot be seen moderated or restrained in it. അപ്പൊ നമ്മൾ മോൺസോർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത് മൂവ്മെന്റ്സ്. അതേപോലെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് മൂവ്മെന്റ്സ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മൂവ്മെന്റ്സ് തടസ്സപ്പെടുത്തരുത്. നമ്മളുടെ ഫ്രീ ആയിട്ട് നമ്മുടെ മൈൻഡ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ബോഡി മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോ ഗെയിംസ് ആവട്ടെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആവട്ടെ, ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ കുട്ടികളിൽ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ പവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അതുവഴി. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്.
നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റീസും അവർ ചെയ്യുന്നുണ്ട്. അവർ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഓരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ അവരുടെ ബ്രെയിൻ എങ്ങനെയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ബ്രെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കോൺസെൻട്രേഷൻ പവർ ആയിരിക്കും. പെട്ടെന്ന് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും അവർക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനും നമ്മളുടെ കുട്ടികൾക്ക് നല്ല കഴിവായിരിക്കും. സോ ഒരുപാട് ഫിലോസഫേഴ്സും ഈ ഒരു ഐഡിയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, the true purpose of moments is to give the end of existence that the development of the mind. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊമെന്റ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ മെന്റൽ എന്താ പറയുക മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ മൂവ്മെന്റ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. മെന്റൽ ഡെവലപ്മെന്റ് മസ്റ്റ് ബി കണക്റ്റഡ് വിത്ത് മൂവ്മെന്റ്സ്. ഞാൻ പറഞ്ഞു മെന്റൽ ഡെവലപ്മെന്റ് നമുക്ക് ഈ മൂവ്മെന്റ്സ് ആയിട്ട് വളരെ വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്, ശരിക്കും കണക്റ്റഡ് ആണ്. ഓക്കെ, all the moments have the most tricky and delicate machinery. എല്ലാ മൊമെന്റ്സും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ട്രിക്കി ആയിരിക്കും, ഡെലിക്കേറ്റ് ആയിരിക്കും, ഒരു മെഷീനറി പോലെ എല്ലാം എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഇൻ മാൻ none of this actually at that. ഓക്കെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, മനുഷ്യർ സാധാരണ എല്ലാവർക്കും ഏകദേശം ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും മൂവ്മെന്റ്സ് ജനിച്ച ഉടനെ തന്നെയുണ്ട് ഇല്ലേ? ഏകദേശം ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും എനിക്ക് തോന്നുന്നു മൂവ്മെന്റ്സ് ഉടനെയുണ്ട്. ആകെ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമാണ് മൂവ്മെന്റ്സ് പതുക്കെ പതുക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അവരുടെ ബ്രെയിനും അതേ പതുക്കെ പതുക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ആർക്കാണ്? നമ്മുടെ മനുഷ്യർക്കാണ് അല്ലെ. നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിൽ പഠിച്ചു ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. കുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ മുതൽ അവർ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ആണ് ചെയ്യുന്നത്. അല്ലാണ്ട് കുട്ടി ജനിച്ച ഉടനെ എഴുന്നേറ്റ് നടക്കുകയല്ല ചെയ്യുന്നത്. അത് ഏത് സ്റ്റേജസിലൂടെയാണ് വരുന്നത്? ആദ്യം കുട്ടി എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചില്ലേ ഒരു സ്റ്റേജസ്, ചൈൽഡിന്റെ ആ ഒരു സ്റ്റേജസ്. കുട്ടി എന്താ ചെയ്യണം? ഫസ്റ്റ് ജനിച്ചൊരു 3 മാസമൊക്കെ കഴിയുമ്പോൾ കുട്ടി 3 മാസമാണ് കമന്ന് വീഴും, കമന്ന് വലിയും, അങ്ങനെ എണീറ്റിരിക്കും, പിന്നെ നീന്തി നടക്കും, എന്നിട്ട് പിന്നെ എണീറ്റിരിക്കും. മുട്ടിലഴയും, ഇരിക്കും, പിടിച്ചു നിൽക്കും, പിന്നെ പതുക്കെ ഓരോ സ്റ്റെപ്പ് ശ്രദ്ധയോടെ വയ്ക്കും, പിന്നെ നടക്കും, പിന്നെ ഓടും. അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെയാണ് ഈ മൂവ്മെന്റ് നടക്കുന്നത് അല്ലെ കുട്ടികളില്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആയിട്ട് ഈ മൂവ്മെന്റ്സ് വളരെ കണക്റ്റഡ് ആണ്. പതുക്കെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ മൂവ്മെന്റ്സ് സ്ലോലി ആവുന്നത്. കുട്ടി ജനിച്ച ഉടനെ തന്നെ കമന്ന് വീഴില്ല. അവൻ കുറച്ച് അവന്റെ നമ്മൾ പറയില്ലേ തല ഉറച്ചാലേ, കുട്ടിയുടെ തല ഉറച്ചിക്കണ വരെ നമ്മൾ കൈ ശ്രദ്ധിക്കണം. അപ്പൊ തല കുട്ടിയുടെ ഉറച്ചാൽ മാത്രമേ അവൻ കമന്ന് വീഴുള്ളൂ. അപ്പൊ നല്ല ഹെഡിനൊക്കെ നല്ല വെയിറ്റുള്ള കുട്ടികളാണെങ്കിൽ പതുക്കെ കമന്ന് വീഴുള്ളൂ. കാരണം എന്താണ്? അവരുടെ ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. പതുക്കെ കമന്ന് വീട്, മുട്ടിലെഴഞ്ഞ്, ഇരിപ്പുറച്ച്, പതുക്കെ പിച്ച വെച്ച്, പതുക്കെ നിന്ന്, പതുക്കെ നടന്ന്, പിച്ച വെച്ച് നടന്ന്, പിന്നെ ഓടി. അങ്ങനെയാണ് പതുക്കെ പതുക്കെയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പോ സാധാരണ പശുവിന്റെ കുട്ടികളില്ല, പശുക്കിടാവ്, അതെങ്ങനെയാണ്? ജനിച്ചതും അവര് എണീക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അവർ ജനിച്ച ഉടനെ തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ ട്രൈ ചെയ്യും അല്ലെ. എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അമ്മ നല്ല തൊഴിൽ കൊടുക്കും. അങ്ങനെയല്ലേ? കണ്ടിട്ടുണ്ടോ? കുട്ടികളെ ജനിച്ച ഉടനെ ഉള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസ്, കുട്ടികളിൽ ഓരോ ആക്ടിവിറ്റീസും പതുക്കെ സ്ലോലിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. പക്ഷെ അത് ഫോം ആവാൻ വേണ്ടിയിട്ട് പയ്യാണ് ഓരോ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ടു ബി ഫോംഡ് പെർഫെക്റ്റ്ലി ബൈ ദ ചൈൽഡ് ആക്ടിവിറ്റി ഇൻ ദ വേൾഡ്. ഒരു കുട്ടി പതുക്കെ ഒറ്റയടിക്ക് എഴുന്നേറ്റ് നടക്കോ? ഇല്ല. പതുക്കെ എഴുന്നേറ്റ് നിന്ന്
പതുക്കെ പിച്ച വെച്ച് നടക്കും. അത് ചുറ്റൊക്കെ ഒന്ന് നോക്കും, എന്നിട്ട് പിടിക്കാനുണ്ടോ, അത് പിടിച്ചൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അടുത്തുള്ള പിടിച്ച് നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഡെവലപ്മെന്റ് നടക്കുന്നത്. ചൈൽഡ് ഹാസ് ആൻ ഇന്റേണൽ പവർ ടു ബ്രിങ് അബൌട്ട് കോർഡിനേഷൻ. അപ്പൊ അവന് അവന്റെ ഇന്റേണൽ പവർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യേണ്ട പവർ. എനിക്ക് തോന്നുന്നു ഒരു 1.5 years ഒക്കെ വരെ വന്നാല് ഈ ഫുൾ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് അവൻ എഴുന്നേറ്റ് നടക്കാൻ, പ്രോപ്പറായിട്ട് നടക്കാനൊക്കെ പറ്റുള്ളൂ. The movements and the activities are natural functions of the childhood and learning comes through them. അപ്പോ മൊമെന്റ്സും ഈ പറഞ്ഞ ആക്ടിവിറ്റീസും നാച്ചുറൽ ഫംഗ്ഷൻ ആണ്, കുട്ടിയെ സംബന്ധിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ലേണിംഗ് കം ത്രൂ ദം. അപ്പൊ അവർ ഓരോ കാര്യങ്ങൾ പഠിച്ചാണ് അവർ വലുതായിരുന്നത്. എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നിൽക്കുന്നത്, ഓരോ സ്റ്റേജസിലൂടെ അവരെന്ത് ചെയ്യാണത് കവർ ചെയ്യണം. The activities become more and more important to development. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്, ചൈൽഡ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇറ്റ് ഈസ് ദ മൊമെന്റ് ദാറ്റ് സ്റ്റാർട്ട് ദ ഇന്റലക്ച്വൽ വർക്കിംഗ്. അപ്പൊ മൈൻഡിന്റെ ബുദ്ധിവികാസത്തിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ ബുദ്ധിവികാസം തുടങ്ങുന്നത് തന്നെ ഈ മൊമെന്റ്സിലൂടെയാണ്. The child coordinates his own movements and record the emotion he experienced in coming into contact with the external world. അപ്പോ അവൻ ഈ മൂവ്മെന്റ്സ് ചൈൽഡ് ഈ എല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിലെ പല മൂവ്മെന്റ്സ് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ അവരെ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ അവരുടെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യും. ഒരു ഏജ് ഒക്കെ ആവുമ്പോൾ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ഒക്കെ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജസിലൂടെയാണ് കുട്ടികൾ ഡെവലപ്മെന്റ് കൈവരിക്കുന്നത്. അപ്പൊ മൂവ്മെന്റ്സിലൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആവുന്നത്. അപ്പൊ അവരുടെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓരോ ചൈൽഡ് ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജസിലും അവർക്ക് മൂവ്മെന്റ്സ് വരുന്നത്, മൂവ്മെന്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മളുടെ പഴയ ആൾക്കാർ തന്നെ ചോദിക്കാറ്, കുറച്ച് കമന്ന് വീണോ, നീ കുറച്ച് ഇരിപ്പുറച്ചോ, അതേപോലെ അല്ലെങ്കിൽ നടന്നു തുടങ്ങിയോ, നിന്നോ, നടന്നോ, അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, കുട്ടിയുടെ മൊമെന്റ്സിനെ വെച്ചിട്ടാണ് നമ്മുടെ കുട്ടീനെ എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്ത് കുട്ടി ഡെവലപ്ഡ് ആണോ എന്ന്, അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്പ് ചെയ്യുന്നത്, കുട്ടി വളരുന്നുണ്ടോ, അതിന്റെ ബ്രെയിൻ ഓക്കെ ആണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉറപ്പ് വരുത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ മൊമെന്റ്സ് കുറവുള്ള കുട്ടികൾക്ക് മൈൻഡ് അത്ര ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡിസിഷനെ കാണുന്നത് 1.5 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സിനുള്ളിൽ കുട്ടി നടന്നു തുടങ്ങിയാൽ മതി കേട്ടോ. അല്ലാതെ ചില ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ പറയും 1 വയസ്സിൽ നടക്കണം, 8 മാസം മെട്ടടി വെക്കണം, അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. 1.5 വയസ്സിനുള്ളിലെങ്കിലും നമ്മുടെ കുട്ടി നടക്കുന്നുണ്ടോ നോക്കണം. നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഏജ് 2 കഴിയുമ്പോൾ ഓരോ ടൈമിൽ നമ്മൾ ഇത്ര ലാംഗ്വേജസ് വേണം, ഇന്ന വേർഡ്സ് പറയണം എന്നൊക്കെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ പഠിച്ചില്ലേ, ഓർമ്മയില്ലേ മക്കളെ? ഓക്കെ, ആ സ്റ്റേജസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോ ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് അവർ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മളുടെ രീതിയിൽ ഒബ്സർവ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് അതിനെ പറഞ്ഞ് ഒബ്സർവ് ചെയ്യാം. അങ്ങനെയാണ് കുട്ടികളിൽ ഡെവലപ്മെന്റ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യാം. The moments this child obtain are not chosen haphazardly but are fixed. നമ്മള് ഓരോ കുട്ടിയിലെ മൂവ്മെന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല, നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, നമ്മളത് ചെയ്യുന്നതല്ല, പക്ഷെ അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നത്. ഇന്ന ഏജിൽ ഇങ്ങനെ നടക്കും. അത് ചില കുട്ടികളും വ്യത്യാസമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ മൊമെന്റ്സ് ഏകദേശം കറക്റ്റ് ആയിട്ട് വരാറുണ്ട് അല്ലെ. ഒരു 3 മാസത്തിന് കമന്ന് വീടും, 6 മാസമൊക്കെ ആകുമ്പോഴേക്ക് എഴുതി തുടങ്ങും, അങ്ങനെയല്ലേ? 6-8 മാസമൊക്കെ ആകുമ്പോൾ എഴുതി തുടങ്ങും. ഇരിപ്പുറയ്ക്കും, 8-9 മാസം ആകുമ്പോൾ ഇരിപ്പുറയ്ക്കും. 1 വയസ്സൊക്കെ ആകുമ്പോ അതൊക്കെ പിടിച്ച് നിൽക്കും. ഒരു 1.25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നടന്നു തുടങ്ങും. 1.5 വയസ്സായി കഴിഞ്ഞ് നമുക്ക് അവരെ പിടിച്ചാൽ കിട്ടില്ല, നല്ല ഓട്ടായിരിക്കും അല്ലെ. എക്സ്പീരിയൻസ് ചെയ്ത അമ്മമാരൊക്കെ ആയിരിക്കും ഇവിടെ ഉള്ളത്. In the sense, each proceed out the particular period of improvement. അപ്പൊ നമ്മൾ ഈ പറയുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡ് ആണ്, അവരുടെ ഇംപ്രൂവ്മെന്റിന് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ്. When the child begins to move, his mind
able to observe as already taking his surroundings. അവൻ ആ ഒരു ടൈം മുതൽ അവൻ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ടൈം മുതൽ അവന്റെ മൈൻഡ് കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. അവന് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് വന്നിട്ടുണ്ട്. ആസ് ഓൾറെഡി ടേക്കിംഗ് ഹിസ് സറൗണ്ടിങ്, അവന്റെ സറൗണ്ടിങ്സ് അവൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹീസ് directed by a cryptic power, great and wonderful, that he has managed little by little. ഓരോ ചെറിയ കാര്യങ്ങൾ പഠിച്ച് അവൻ ഓരോ കാര്യങ്ങൾ അവന് മനസ്സിലാക്കി തുടങ്ങും. ഇൻ ദിസ് വേ ഹിസ് ബ്രെയിൻ ഹി ബിക്കം എ മാൻ. അങ്ങനെ അവനൊരു വ്യക്തിയിലേക്ക് വളർന്നു വരും. ഹി ഡസ് ഇറ്റ് ഹിസ് ഹാൻഡ്സ് ബൈ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഇൻ പ്ലേയിങ് ദെൻ ദേ വർക്ക്. ആദ്യം എന്ത് ചെയ്യാണ്, ഓരോ കാര്യങ്ങൾ അവർ ചെയ്യാണ്, എക്സ്പീരിയൻസ് ചെയ്യാണ്. അതവർ കളിയിലൂടെ എന്ത് ചെയ്യും, അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. The hands are the instrument of man's intelligence. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്, ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ ബുദ്ധിവികാസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണ്? നമ്മൾ നിസ്സാരണ വിചാരിക്കും നമ്മുടെ ഹാൻഡ്സ് ആണ് കേട്ടോ. He made his mind step by step till he become enchanted of memory, the power to understand, the capacity to think. അപ്പൊ ഈ ഒരു പീരീഡിൽ അനുസരിച്ചിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ ഓർമ്മയിലേക്ക് സൂക്ഷിക്കുന്നത്. ഓരോ കാര്യങ്ങൾ അവന്റെ മൈൻഡിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ്, ഈ ഓരോ മൂമെന്റ്സിലൂടെയാണ്. ദ ഹ്യൂമൻ ഹാൻഡ്സ്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കൈകൾ എന്ന് പറയുന്നത്. allows the mind to relieve itself. It enables the whole beginning to enter into a special relationship with its environment. നമുക്ക് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് കുട്ടികളെ നിങ്ങളായോ എന്ന് നോക്കാനായിട്ട് അവരുടെ ഹാൻഡ് മൂവ്മെന്റ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അവൻ നമ്മളുടെ ഈ മെറ്റീരിയൽസിലൊക്കെ കൈയൊക്കെ ഓടിക്കുന്നുണ്ടോ, ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ ഈ എൻവയോൺമെന്റ് ആയിട്ട് നിങ്ങളായി നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. His hands under the guidelines of intellect transform his environment that enable him to fulfill his mission in the world. അവന്റെ കൈകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ എൻവയോൺമെന്റിലേക്ക് നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ എഡ്യൂക്കേഷൻ ഓഫ് ദ മൂവ്മെന്റ് ഇസ് വെരി കോംപ്ലക്സ്. നമ്മൾ പറയുന്ന പോലെ നിസ്സാരമല്ല നമ്മുടെ കൈകളുടെ എന്താണ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. ആസ് ഇസ് മസ്റ്റ് കോഇൻസിഡൻസ് വിത്ത് ഓൾ ദ കോർഡിനേറ്റ് മൂവ്മെന്റ്സ്. നമുക്ക് നമ്മൾ ഹാൻഡ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി അല്ലെങ്കിൽ നമ്മുടെ ഓരോ മൂവ്മെന്റ്സും കോർഡിനേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. നമ്മുടെ ബ്രെയിൻ, മൈൻഡ്, ഐ, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ മൂവ്മെന്റ്സ് പോസിബിൾ ആവുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡാൻസ് ഒക്കെ ചെയ്യുന്നത് സിമ്പിൾ അല്ലേ, ഡാൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണെന്ന് പറയാം. പക്ഷെ കൈ എത്തുന്നവരത്തേക്ക് മനസ്സെത്തുന്നവരത്തേക്ക് എന്താണ് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ ഡാൻസിന് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല കോൺസെൻട്രേഷൻ പവർ ആയിരിക്കും. നമ്മളുടെ ഡാൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ പവർ, നമ്മുടെ മൈൻഡ് നല്ല ഡെവലപ്ഡ് ആയിരിക്കും. ഓക്കെ ഓക്കെ മാം. Which the child has interact in his psychological organism. സോ അങ്ങനെയാണ് ഈ ഓരോ മൂമെന്റ്സിലൂടെയാണ് നമ്മുടെ മനുഷ്യര് നല്ല ഫിസിയോളജിക്കൽ ഓർഗാനിസം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോ ഇതുവഴിയാണ് അവര് പൂർണ്ണ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ്, അത് പൂർണ്ണമായ മൈൻഡിന്റെ ഡെവലപ്മെന്റ് സാധിക്കുന്നത് അല്ലെങ്കിൽ ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ നമ്മളൊക്കെ പറയില്ലേ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർ പറയും മനസ്സെത്തുന്നോടത്തേക്ക് ശരീരം എത്തുന്നില്ല. അങ്ങനെ പറയാൻ നമുക്കൊരു അവസരം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഏജില്, നമ്മളുടെ ഏജ് ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏജില് നിങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫീൽ ചെയ്യാം. കാരണം എന്താണ്, ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ആണ് കിട്ടുന്നത്. നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി റിലാക്സ് ആവാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മൂവ്മെന്റ്സ് ഉള്ളത്, നമ്മുടെ ബോഡിക്ക് എപ്പോഴും മൂവ്മെന്റ്സ് ഉള്ളത് നല്ലതാണ്. അല്ലാതെ എപ്പോഴും ഫോണൊക്കെ നോക്കി വെറുതെ, ഇപ്പൊ മിക്കൊരു ഹൗസ് വൈഫ് ഒക്കെ ആയിരിക്കും വെറുതെ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ നല്ലതായിട്ട് ഇതേപോലത്തെ എന്താ പറയാ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ പ്രോപ്പർ ആയിട്ട് മൂവ്മെന്റ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് നമുക്ക് നല്ലതാണ്. അപ്പൊ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഇവിടെ കൊടുക്കുന്നത്
എപ്പോഴും അവർക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഫ്രീ ആയിട്ട് വരണം. കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാം, ഓരോ മൊമെന്റ്സ് അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി. അവർ പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടേ പറ്റും, ചിലപ്പോൾ തെറ്റൊക്കെ വരും. സോ എന്നാലും അവർ മൂവ് ചെയ്ത് മൂവ്മെന്റ്സിലൂടെയാണ് അവർക്ക് എന്ത് നടക്കുന്നത്, ഡെവലപ്മെന്റ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും ഹാൻഡ് മൂവ്മെന്റ്സ് ഉള്ള ഒരു ഗെയിമാണ്. നമ്മൾ ഏറ്റവും ബുദ്ധിമാനാന്ന് പറയുന്നത് ആരെയാണ്? ഏറ്റവും കൂടുതൽ ഗെയിം നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഹാൻഡ് മൂവ്മെന്റ് ഉള്ള ഗെയിം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചെസ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഹാൻഡ് മൂവ്മെന്റ് ഉള്ള ഏറ്റവും കൂടുതൽ ഹാൻഡ് മൂവ്മെന്റ് ഉള്ള ഗെയിം. അപ്പൊ ചെസ് ഒക്കെ കളിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ബുദ്ധി ആയിരിക്കും നമ്മൾ പറയാറുണ്ട് ഇല്ലേ? അതെ മാം. അപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചെസ് പോലത്തെ ഗെയിമുകളൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അവരത് പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, അതേപോലെ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഗെയിമൊന്നും അല്ല ചെസ്, കമ്പ്യൂട്ടറിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അതല്ല നമ്മ പറഞ്ഞത്, ചെസ് സാധാരണ നമ്മൾ ഇരുന്ന് കളിക്കൂലേ അത്. അപ്പൊ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരില്ല, അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് വീക്കിലേക്ക് ആ ബട്ടണിങ് ഫ്രെയിം കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ഫ്രൈഡേ വേണോ മൺഡേ വേണോ ബട്ടണിങ് ഫ്രെയിമിന്റെ ആക്ടിവിറ്റി? ഫ്രൈഡേ മതി, എല്ലാവരും ചെയ്യണോ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോകാനായിട്ട്, നിങ്ങൾക്ക് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വളരെ നല്ലതാണ്. കാരണം ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആ കുട്ടികൾ ആദ്യമായിട്ട് കാണായിരിക്കും, ചിലപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും ആദ്യമായിട്ട് അതൊക്കെ കാണായിരിക്കും. ഇതെന്തിനാന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ബട്ടൺസ് ഇടാൻ പഠിപ്പിക്കാന്ന് പറയുമ്പോൾ ചില കുട്ടികൾ നമുക്കറിയാം, ക്ലാസ്സിലേക്ക് കുട്ടികൾ ഒരു 3 to 6 ഇയേഴ്സിലെ കുട്ടികളൊന്നും പ്രോപ്പർ ആയിട്ട് ഇപ്പോഴും ബട്ടൺസ് ഒന്നും സ്വന്തമായിട്ട് ഇട്ട് പഠിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ അവർക്ക് ആ കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും കുട്ടികൾക്ക് ചെയ്ത് പഠിക്കുമ്പോൾ. അവർക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളത് സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് അതൊരു അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് സൈൻ ഔട്ട് ആരാ പറയുന്നത്? Okay, ma'am. We have the power to shape our tomorrow. Face the future with hope. നമ്മുടെ നാളെ നമുക്കേ നിർമ്മിക്കാനാകും. പ്രതീക്ഷയുടെ നാളെ നീട്ടാം. Sign out by ഹസീന. Okay, thank you, Hasina. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.